ഇമ്മടെ കേരളത്തിൽ ചെന്നിട്ട് തെങ്ങുങ്ങളോ പനങ്ങളോ കുടിക്കാണ്ട് തിരിച്ചു പോന്ന എന്ത് മലയാളി? അടിപൊളി സെറ്റായി. നല്ല മഴയുണ്ട്. അങ്ങനെ കള്ളും കുടിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടണം നല്ല ഒന്നാന്തരം കൂർഗ അരിഞ്ഞ് തോരൻ വെച്ച് ചോറുണ്ടു. നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഹെവി ആയിട്ടുള്ള ലഞ്ചൊക്കെ കഴിച്ചിട്ട് എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ഇരുന്ന് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞ് TV കണ്ടു. വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഗ്രാൻഡ് പേരൻസിൻ്റെയും പേരൻസിൻ്റെയും ഒക്കെ കൂടെ റെക്കോർഡ് ചെയ്ത് വെച്ച് കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഓർത്ത് സന്തോഷിക്കാനുണ്ടാവുള്ളൂ. അങ്ങനെ എനിക്ക് മീഷോയിൽ നിന്ന് വന്ന ഡ്രസ്സൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി കേട്ടോ. നല്ലതായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര പ്രൊഡക്ട്സ് ഒക്കെ മീഷോയിൽ നിന്ന് വാങ്ങുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതേ റെഡി ആയി കഴിഞ്ഞാൽ അച്ചാച്ചനെ കുറച്ച് സഹായിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബിസ്മിയിലേക്കാണ് പോയത്. അങ്ങനെ ബിസ്മി ചെന്ന ഒരു സ്റ്റൗവും ഒരു വീട്ടിലേക്ക് 2 മാസത്തേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കയറേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. ശുഭായിരുന്നു. നല്ല അടിപൊളി ഇടി വെട്ടിയ മഴയായിരുന്നു. നമ്മൾ അഭയന്ന് ചെല്ലുന്നവർക്ക് പുതിയതൊന്നുമല്ല മഴ, പക്ഷേ എങ്കിലും നാട്ടിലെ മഴയ്ക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടല്ലോ. അങ്ങനെ ഇതേ മഴയൊക്കെ കണ്ടിട്ട് അമ്മൂമ്മേനെ കൊണ്ട് ഞങ്ങൾ മേടിച്ച് സ്റ്റൗവിൽ പാലൊക്കെ കാച്ചി. ആദ്യമായിട്ടൊന്നുമല്ല വീട്ടിൽ താമസിക്കാൻ പോകുന്നത്, എന്നാലും 1-2 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ചെന്ന് 1-1.5 മാസം താമസിക്കാനുള്ള വീടാണല്ലോ. അപ്പോൾ ശുഭമായിട്ട് പാലൊക്കെ കാച്ചി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലും കാച്ചി മേടിച്ചോട് വന്ന സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചു. പിന്നെ ഈ കാണുന്ന ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഞങ്ങൾ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ ഓരോ സ്ഥലത്ത് ഹാങ് ചെയ്ത് വെച്ച് കുറച്ച് അടുക്കിപ്പറക്കും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു കുളിയും പാസ്സാക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മൂമ്മ നല്ല അടിപൊളി കരിക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലെ മഴയും കണ്ട് കരിക്കൊക്കെ കുടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ പോയിട്ടോ. അങ്ങനെ ഞങ്ങളുടെ നെയ്ബർഹുഡിലൊക്കെ ഉള്ളവരെ കുറേ കാലം കൂടിയാണ് കാണുന്നത്. അതിലൊരാളെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. വേറെ ആരുമല്ല, ബെല്ലമോളെയാണ്. ഇതാണ് ബെല്ലക്കുട്ടി. നമ്മൾ പിന്നെ പെറ്റ്സിനെ കണ്ടാൽ വിടൂലല്ലോ. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ട് പോകുമ്പോൾ കുഞ്ഞൊരാളായിരുന്നു. ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും വലിയ പെണ്ണായി. അങ്ങനെ ബെല്ലേനെ കളിപ്പിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അപ്പയുടെ ഓൾ ടൈം ബെസ്റ്റ് ഫ്രണ്ട് ബിജു അങ്കിൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പണ്ടത്തെ അവരുടെ കുട്ടിക്കാലത്തെ കുസൃതികളും സംഭവങ്ങളും ഒക്കെ കേട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആ ദിവസം അങ്ങ് പോയി. അപ്പോൾ നാട്ടിലെ ഒരേ ദിവസങ്ങളിലെ വിശേഷങ്ങളുമായിട്ട് I will catch you again back. This is Bhargav from Saudi. See you all in my next vlog. Bye bye.